മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ VS ശിവകുമാർ, ഒരു വകുപ്പ് മേധാവിയാണ്, അവിടുത്തെ ഒരു ഗുരുതര സാഹചര്യം എന്താണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊതുസമൂഹത്തോട് പറയുന്നത്. രോഗികളോടൊക്കെ മാപ്പ് പറയുന്ന രീതിയിൽ ജോലി രാജിവെച്ചു പോയാലോ എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വൈകാരിക കുറിപ്പാണ്. താങ്കളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ? താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്താണ്? വ്യക്തമായിട്ടുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല. ഈ വാർത്തയിൽ കണ്ട ഒരു സാഹചര്യമാണ്. ഇതെന്തായിരുന്നാലും ഇതൊരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ ആരോഗ്യ മേഖലയിൽ പൊതുവായിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ഇതാണ്. അത് കാർഡിയോളജി ആയിരുന്നാലും ഏത് ഡിപ്പാർട്ട്മെന്റോ അത് പ്രത്യേകിച്ച് ഞാനിട്ട് പറയുന്നില്ല. അവിടെ പോയാൽ ശരിയായ ഈ താമസം കൂടാതെ പോകുന്ന രോഗികൾക്ക് തത്സമയമായ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരവസ്ഥ. പിന്നെ അതിലുപരിയായി ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം വരുമ്പോഴും അവിടെ ആവശ്യമായ എക്യുപ്മെന്റുകളില്ല, മരുന്നില്ല. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന ഒരു കാര്യമാണല്ലോ ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പോലും പ്രാധാന്യം കൊടുക്കാത്തൊരു സാഹചര്യം ഉള്ളത്. ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മന്ത്രി ഉടൻ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രീ ശിവകുമാർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. 1 രൂപയുടെ പോലും പർച്ചേസിംഗ് പവർ ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസുകൾ കയറിറങ്ങി ചെരുപ്പ് തേഞ്ഞ് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചും സാഹചര്യങ്ങൾ വിശദീകരിച്ചും മടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാ. ഇതിപ്പോ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡോക്ടർ, മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതൊക്കെ ഒരു ഭയപ്പെട്ട് പുറത്തു പറയില്ല. അപ്പൊ ഈ ഡോക്ടർ ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ഇത് പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയായിരിക്കും ഇപ്പൊ വരാൻ പോകുന്നത്. അതെ, അന്വേഷണം നടത്തും, വിശദീകരണം തേടുമെന്ന് DME ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അന്വേഷണം നടത്തും, വിശദീകരണം തേടുമെന്ന് പറയുന്നതല്ലല്ലോ. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണ്ടേ? പരിഹാരം അവർ ആദ്യം ഉണ്ടാക്കട്ടെ. അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ ക്ലിയർ ചെയ്യണം. ആ രോഗികൾ വന്നാൽ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതൊന്നും അവിടെ ഇല്ല. അവിടുത്തെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിൽ പിന്നെ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പല സ്ഥലത്ത് പോയിരുന്നാൽ അവിടെ ഒരു ഏത് ഈ സ്കാനിങ് ആയിരുന്നാലും അതുപോലെ തന്നെ MRI സ്കാൻ ആയിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും അതിന് വളരെ കാലതാമസം ഉണ്ടാകുന്നു. ഇതിപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്യുപ്മെന്റുകളില്ല, മരുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇതിന് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കുക, അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അവിടെ പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണോ? അതല്ലല്ലോ. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു അടിയന്തരമായിട്ടുള്ള നടപടികളാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് എടുക്കേണ്ടത്. DME ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ശ്രീ ശിവകുമാർ. ഇങ്ങനെയൊരു പ്രശ്നമേ ഇല്ല, ഒരു രോഗിയുടെ മാത്രം ശസ്ത്രക്രിയയാണ് മാറ്റിവെച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു രോഗിയാണെങ്കിൽ പോലും അത് പ്രശ്നമാണല്ലോ. അത്രയധികം ബുദ്ധിമുട്ടിയായിരിക്കുമല്ലോ അവർ അവിടെ ചികിത്സയ്ക്ക് വരുന്നതും, അല്ലെങ്കിൽ ശസ്ത്രക്രിയക്ക് ഡേറ്റ് കിട്ടുന്നതിന് പോലും അവിടെ പ്രയാസമുണ്ടെന്നാണ് പലരും പരാതിപ്പെടുന്നത്. ഡേറ്റ് ഒക്കെ വളരെ താമസിച്ചിട്ടാണ് ഡേറ്റ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നതിനായിരുന്നാലും ഓപ്പറേഷനായിരുന്നാലും അതൊക്കെ ഡേറ്റൊക്കെ പോയി കഴിഞ്ഞാൽ 1 മാസം, 2 മാസം, 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കൊടുക്കുന്നത്. ഗുരുതരമായ രോഗവുമായി വരുന്ന രോഗികളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. അടിയന്തരമായ ചികിത്സ ചെയ്യേണ്ട, അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട ആളുകളെ ഈ ഡേറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ നിലനിൽക്കുമോ എന്നുള്ള കാര്യം സംശയമല്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. ഇതിനകത്ത് മന്ത്രിയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത് സ്റ്റേറ്റ് വൈഡായിട്ടുള്ള പ്രശ്നങ്ങളാണ് പല സ്ഥലങ്ങളിലും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പിന്നെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടി കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ലത്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിന് മുകളിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ടത്. ഇപ്പോൾ നടപടി വരുമെന്ന്, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനത്തിന് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടിയായിരിക്കാം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നത്. അത്ര ഗതികേടിലായിരിക്കാം. അപ്പോൾ തീർച്ചയായും ഗതികേടിലായിരിക്കാം. അതെന്താണെന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട്
ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഇപ്പൊ മരുന്നില്ല, എക്യുപ്മെന്റ് ഇല്ല, ഓപ്പറേഷൻ നടത്തില്ല എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാലിനെ കുറ്റപ്പെടുത്തുകയല്ലല്ലോ ചെയ്യേണ്ടത്. അതെന്താണെന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. അതിന് അവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉള്ള എന്തെങ്കിലും പ്രശ്നമാണോ ഈ കാര്യത്തിലുള്ളതിനെ കുറിച്ച് പരിശോധിക്കണം, അന്വേഷിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഹയർ അതോറിറ്റീസിന്റെ ഇടപെടലുണ്ടായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലെ പറഞ്ഞതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അത് വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ. എന്തായിരുന്നാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ആവശ്യമായ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിൽ. ശരി, വ്യക്തമാണ്. വളരെയധികം നന്ദി. ശ്രീ വി എസ് ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രിയാണ് പ്രതികരിച്ചത്.